പോളണ്ടിലെ ലോഡ്സ് എന്ന പ്രവിശ്യയിലുള്ള ഒരു അജ്ഞാത ഗ്രാമമായിരുന്ന ഗ്ലോഗോവിസിലാണ് വിശുദ്ധ ഫൗസ്തീനായുടെ ജനനം. ഫൗസ്തീനായുടെ മഠപ്രവേശനത്തിന് മുമ്പുള്ള പേര് ഹെലൻ എന്നായിരുന്നു. ഹെലൻ്റെ പിതാവിൻ്റെ പേര് സ്ഥാനിസ്ലാവോസ് കൊവാൾസ്കി, മാതാവ് മരിയാന ബാബൽ. കൊവാൾസ്കി ദമ്പതികളുടെ കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷങ്ങൾ പിന്നിട്ടെങ്കിലും അവർക്ക് മക്കളില്ലായിരുന്നു. മരിയാനയും അവളുടെ അമ്മയും മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 1901 അവളുടെ പ്രാർത്ഥന സഫലമായി. അവർക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു. ജോസഫീൻ എന്നവളെ അവർ വിളിച്ചു. 2 വർഷം കഴിഞ്ഞു. മറ്റൊരു മകളെയും ദൈവം അവർക്ക് നൽകി. ജനവീവ് എന്നവർ വിളിച്ചു. ഈ 2 പ്രസവങ്ങളും മരിയന്നയ്ക്ക് വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. മൂന്നാമതും ഗർഭിണിയാകുവാൻ അവൾക്ക് നല്ല ഭയമുണ്ടായിരുന്നു. എന്നാൽ അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ പ്രസവം യാതൊരു ക്ലേശവുമില്ലാതെ നടന്നു. അന്ന് 1905 ഓഗസ്റ്റ് 25. 2 ദിവസങ്ങൾക്ക് ശേഷം ഇടവക പള്ളിയിൽ വെച്ച് കുഞ്ഞിന് ജ്ഞാനസ്നാനം നൽകി. ഹെലൻ എന്ന പേരും നൽകി. ഹെലൻ പിറന്നതിന് ശേഷം 7 മക്കൾ കൂടി മരിയാന ജന്മം നൽകി. 2 മക്കൾ നന്നേ ചെറുപ്പത്തിലെ മരിച്ചു. വളരെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ഹെലനെ ചെറിയ പ്രാർത്ഥനകൾ അവളുടെ അമ്മ പഠിപ്പിച്ചു. പിന്നീട് അവൾ കുടുംബത്തോടൊപ്പം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കുഞ്ഞുങ്ങൾക്ക് നീണ്ട പ്രാർത്ഥന ബുദ്ധിമുട്ടാണല്ലോ, അവരുടെ ശ്രദ്ധ പതറും. എന്നാൽ കൊച്ചു ഹെലന ചെറുപ്പം മുതലേ ദൈവവുമായി ഹൃദയസംഭാഷണത്തിന് കഴിഞ്ഞു. അവൾക്ക് 7 വയസ്സുള്ളപ്പോൾ ഒരിക്കൽ പരിശുദ്ധ കുർബാനയുടെ ആരാധനാവേളയിൽ ദൈവം അവളെ കൂടെ കൂടെ പൂർണ്ണതയിലേക്ക് ക്ഷണിക്കുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. പിന്നീട് അവൾ പറഞ്ഞു, എന്നാൽ ഞാനാകട്ടെ ദൈവകൃപയുടെ വിളിയെ ചെവികൊണ്ടില്ല. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് വിശദീകരിച്ചു തരാൻ പറ്റിയ ആരും എനിക്കില്ലായിരുന്നു. അവൾക്ക് 9 വയസ്സായപ്പോൾ ആദ്യ കുമ്പസാരത്തിനും ആദ്യ കുർബാന സ്വീകരണത്തിനുമായി അവൾ ഒരുങ്ങി. രാത്രിയിലെ അവളുടെ പ്രാർത്ഥനാ സമയം അവൾ നീട്ടി. ആരോഗ്യത്തെ ബാധിക്കുമെന്ന് പറഞ്ഞ് മാതാപിതാക്കൾ അതിനെ എതിർത്തു. ആദ്യ കുർബാന സ്വീകരണത്തിന് പോകും മുമ്പ് ഹെലൻ അവളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും കൈ ചുംബിച്ച് അവരെ വേദനിപ്പിച്ചതിനൊക്കെ മാപ്പ് ചോദിച്ചു. പിന്നീട് അവൾ ആഴ്ചതോറും കുമ്പസാരിച്ചിരുന്നു. ഓരോ പ്രാവശ്യവും കൈകൾ മുത്തി അവൾ മാതാപിതാക്കളോട് ക്ഷമ ചോദിച്ചിരുന്നു. വീട്ടുജോലികളിൽ അവൾ അമ്മയെ സഹായിച്ചു പോന്നു. ഇളയ സഹോദരങ്ങളെ അവൾ ശ്രദ്ധയോടെ പരിചരിച്ചു. 1-ാം ലോക മഹായുദ്ധം തുടങ്ങി. പോളണ്ടിനും വളരെ നാശനഷ്ടങ്ങളുണ്ടായി. കടുത്ത ക്ഷാമവും ക്ലേശവുമാണ് എവിടെയും. കൊവാൾസ്കി കുടുംബത്തെയും ഇത് ബാധിച്ചു. കുട്ടികൾക്ക് പള്ളിയിൽ പോകുവാൻ ഒരു നല്ല ഉടുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ മാറി മാറി അവർ അതുപയോഗിച്ചു. വിശുദ്ധ കുർബാന പള്ളിയിൽ നടക്കുന്ന സമയത്ത് ഹെലൻ തൻ്റെ പ്രാർത്ഥനാ പുസ്തകങ്ങളുമായി ഏകാന്തം മൂലയിലിരുന്ന് പ്രാർത്ഥിക്കും. ആ സമയത്ത് അമ്മ എന്തെങ്കിലും ജോലിക്ക് വിളിച്ചാലും ദിവ്യബലി തീർന്നുവെന്ന് ഉറപ്പുവരുത്താതെ അവൾ മിണ്ടുകയില്ല. പിന്നീട് അവൾ ഓടി അമ്മയുടെ അടുത്തെത്തി കരം ചുംബിച്ചുകൊണ്ട് പറയും, അമ്മേ, ദേഷ്യപ്പെടരുത്, എനിക്ക് ദൈവത്തോടുള്ള എൻ്റെ കടമ നിർവഹിക്കേണ്ടിയിരിക്കുന്നു. 1917 12-ാം വയസ്സിൽ സ്വീനിസിലെ സ്കൂളിൽ അവൾ ചേർന്ന് പഠനം ആരംഭിച്ചു. റഷ്യ പോളണ്ടിനെ കീഴ്പ്പെടുത്തിയിരുന്ന കാലത്ത് സ്കൂളുകളെല്ലാം അടച്ചിരുന്നു. വായിക്കാൻ പഠിച്ചപ്പോൾ തന്നെ അവളെ 2-ാം ക്ലാസ്സിലേക്ക് ജയിപ്പിച്ചു. അവൾ മിടുക്കിയായിരുന്നു. ക്ലാസ്സിലെ പല സമ്മാനങ്ങളും അവൾ നേടിയിരുന്നു. എന്നാൽ ഈ പഠനം 2 വർഷം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. സ്കൂളിൽ സ്ഥലം കുറവായിരുന്നതിനാൽ പുതിയ കുട്ടികൾക്ക് ചേരുവാൻ വേണ്ടി മുതിർന്ന കുട്ടികൾ പഠനം നിർത്തേണ്ടി വന്നു. ഹെലന് 15 വയസ്സായി. ഹെലൻ ജോലി ചെയ്തിരുന്നപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. രാത്രി സമയവും പലപ്പോഴും പ്രാർത്ഥനയിൽ തന്നെ. അവൾക്ക് പ്രാർത്ഥനയിലൂടെ ദിവ്യപ്രകാശം കിട്ടിയിരുന്നു. ദൈവത്തിനായുള്ള ദാഹം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അവൾ ഒരു ദിവസം അമ്മയോട് പറഞ്ഞു, എനിക്ക് മഠത്തിൽ ചേരണം. എന്നാൽ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മകളെ വിട്ടുപിരിയാൻ ആ മാതാപിതാക്കൾ തയ്യാറല്ലായിരുന്നു. ദുഃഖിതയായ ഹെലൻ 1922 വീണ്ടും ജോലിക്കായി ലോഡ്സ് എന്ന സ്ഥലത്തേക്ക് പോയി. ഫ്രാൻസിസ്കൻ 3-ാം സഭയിൽപ്പെട്ട 3 സ്ത്രീകൾക്ക് വേണ്ടി അവൾ പണിയെടുത്തു. അവൾക്ക് കിട്ടിയ വേതനം തുച്ഛമായിരുന്നെങ്കിലും അവൾ സംതൃപ്തയായിരുന്നു. കാരണം എന്നും ദിവ്യബലിയിൽ സംബന്ധിക്കുവാൻ അവൾക്ക് കഴിഞ്ഞിരുന്നു. അതുപോലെ ചുറ്റുപാടുമുള്ള രോഗികളെയും സന്ദർശിക്കുവാൻ അനുവാദമുണ്ടായിരുന്നു. അവളുടെ ഉള്ളിൽ നിന്നൊരു സ്വരം നിരന്തരം തന്നോട് പറയുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു, ലോകത്തെ വിട്ട് മഠത്തിൽ ചേരുക. അവൾ വീണ്ടും വീട്ടിലെത്തി മഠപ്രവേശനത്തിനായി അനുമതി ചോദിച്ചു. എന്നാൽ മാതാപിതാക്കൾ അത് സമ്മതിച്ചില്ല. മനസ്സുമടുത്ത് അവൾ തീരുമാനിച്ചു, മതി, ഇനി പ്രാർത്ഥനകളും പുണ്യവുമൊന്നും വേണ്ട.
ലൗകിക രീതിയിൽ ജീവിക്കാൻ അവൾ പരിശ്രമിച്ചു. കൃപയുടെ ഉൾവിളിയെ അവൾ അവഗണിച്ചു. ബാഹ്യ സൗന്ദര്യത്തിലും മോടിയായ വസ്ത്രങ്ങൾ ധരിക്കുന്നതിലും കൂട്ടുകാരികളുമൊത്ത് ഡാൻസ് ചെയ്യുന്നതിനുമൊക്കെ അവൾ ശ്രമിച്ചു. എന്നാൽ ഇത്തരം യാതൊരു പ്രവൃത്തിയും അവൾക്ക് മനസ്സംതൃപ്തി നൽകിയില്ല. അവളുടെ മനസ്സ് തേങ്ങി. 1923 ഹെലൻ വീണ്ടും ജോലിക്ക് പോയി. മിസ്സിസ് സദോവ്സ്കായുടെ ഭവനത്തിലായിരുന്നു ജോലി. മോടിയായ വസ്ത്രം ധരിച്ചെത്തിയ സുന്ദരിയായ ഹെലനെ കണ്ട് സദോവ്സ്കായ്ക്ക് അവളെ വേലക്കാരിയാക്കുവാൻ മനസ്സ് വന്നില്ല. അവൾ തിരികെ പോകട്ടെ എന്ന് കരുതി ബോധപൂർവം കുറഞ്ഞ വേതനമാണ് അവൾ പറഞ്ഞത്. എന്നാൽ ഹെലൻ ആ നിർദ്ദേശം സ്വീകരിച്ച് ജോലി തുടങ്ങി. സദോവ്സ്കായുടെ അഭിപ്രായത്തിൽ ഹെലൻ വളരെ ഭക്തയും പ്രാർത്ഥിക്കുന്നവളും ആയിരുന്നു. അവൾക്ക് വേണമെങ്കിൽ ഒരു സന്യാസിയായി തീരാനുള്ള കഴിവുണ്ട്. അവളുടെ നന്മയും സഹായ സന്നദ്ധതയും ഹൃദ്യമായ പൊട്ടിച്ചിരികളുമെല്ലാം ആരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാക്കി അവളെ മാറ്റി. മിസ്സിസ് സദോവ്സ്കായുടെ വീട്ടിൽ നിന്നും ഹെലൻ തിരിച്ചു പോന്നു. താമസിയാതെ സഹോദരി ജോസഫിനുമൊത്ത് അവൾ ഒരു ഡാൻസിൽ പങ്കെടുത്തു. എന്നാൽ ഡാൻസ് തുടങ്ങിയപ്പോൾ അവൾക്കൊരു ആധ്യാത്മിക അനുഭവമുണ്ടായി. വസ്ത്രമില്ലാതെ ശരീരം മുഴുവനും വ്രണങ്ങളുമായി ഈശോ അവളുടെ അടുത്ത് നിൽക്കുന്നു. കർത്താവ് അവളെ ശാസനാപൂർവ്വം നോക്കിക്കൊണ്ട് പറഞ്ഞു, എത്രനാൾ ഞാൻ നിന്നോട് ക്ഷമിക്കും? എത്രനാൾ നീ എന്നെ അകറ്റി നിർത്തും? ചുറ്റും അലയടിക്കുന്ന മധുര സംഗീതം അവൾ അപ്പോൾ കേട്ടില്ല. തനിക്ക് ചുറ്റും മറ്റാരെയും അവൾ കണ്ടതുമില്ല. ഈശോയും അവളും മാത്രം. അവൾ ഡാൻസ് ഹാളിൽ നിന്നും മാറി സഹോദരിയുടെ അടുത്ത് തലവേദനയുണ്ടെന്ന മട്ടിൽ ഇരുന്നു. പിന്നീട് ആരും കാണാതെ അവൾ വിശുദ്ധ സ്തനീസ്ലാവോസിന്റെ കത്തീഡ്രൽ പള്ളിയിലേക്ക് വേഗത്തിൽ നടന്നു. സമയം ഇരുട്ടി തുടങ്ങിയിരുന്നു. പള്ളിയിൽ ഏതാനും പേർ മാത്രമേയുള്ളൂ. മറ്റെല്ലാം മറന്നുകൊണ്ട് ഹെലൻ ദിവ്യകാരുണ്യ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു കിടന്ന് പ്രാർത്ഥിച്ചു. തന്നെ പറ്റിയുള്ള ദൈവഹിതം എന്താണെന്നും താൻ എന്തു തീരുമാനമെടുക്കണമെന്നും വെളിപ്പെടുത്തി തരണമേ എന്ന് ദുഃഖവിവശമായ ഹൃദയത്തിൽ നിന്നവൾ കേണു. പെട്ടെന്നവൾ ഈ വാക്കുകൾ കേട്ടു: വേഗം വാർസോ നഗരത്തിലേക്ക് പോവുക. നീ അവിടെയുള്ളൊരു മഠത്തിൽ പ്രവേശിക്കും. അങ്ങനെ ആരോടും പറയാതെ അവൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിനിലിരിക്കുന്നിടം വരെ അവൾ ധീരയായിരുന്നു. എന്നാൽ പെട്ടെന്ന് കണ്ണീർ അണ പൊട്ടിയൊഴുകി. ഇത് കാണുമ്പോൾ അമ്മ പറയും ഞാൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയെന്ന്. അവൾ നെടുവീർപ്പിട്ടു. തൻ്റെ പ്രവൃത്തി മാതാപിതാക്കളെ വേദനിപ്പിക്കുമെന്നവൾക്കറിയാമായിരുന്നു. അതവളെ ദുഃഖിതയാക്കി. എങ്കിലും താൻ കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ മുതൽ സ്നേഹിച്ച നാഥനോട് അനുസരണം വേണമെന്ന ചിന്ത ഉള്ളിൽ നിറഞ്ഞു നിന്നതിനാൽ അവൾ പതറിയില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ ട്രെയിൻ വാർസോയിലെത്തി. ആ ജനസാഗരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് അവൾക്ക് ഭയം തോന്നി. താൻ എന്തു ചെയ്യും? താൻ എവിടെ പോകും? അവൾക്കവിടെ ആരെയും പരിചയമില്ല. അവൾ ദൈവമാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ, എന്നെ നയിക്കണമേ. പെട്ടെന്ന് അവളുടെ ഉള്ളിലൊരു സ്വരം അവൾ കേട്ടു: നഗരത്തിന് വെളിയിലുള്ള ഗ്രാമത്തിലേക്ക് പോവുക. അവിടെ നിനക്ക് സുരക്ഷിത സങ്കേതം ലഭിക്കും. അതവൾ അനുസരിച്ചു. മാതാവ് അവളോട് പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചു. അടുത്ത ദിവസം അവൾ നഗരത്തിലെത്തി. ആദ്യം കണ്ട ദേവാലയത്തിൽ കയറി. വിശുദ്ധ യാക്കോബിന്റെ പള്ളിയായിരുന്നത്. തുടർച്ചയായി ആ ദേവാലയത്തിൽ ദിവ്യബലികൾ അർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ദൈവം തന്റെ തിരുമനസ്സവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കണമെന്നവൾ പ്രാർത്ഥിച്ചു. ആ ദിവ്യബലിയുടെ വേളയിൽ അവൾ ഒരു സ്വരം ഉള്ളിൽ കേട്ടു: ഈ ബലിയർപ്പിക്കുന്ന പുരോഹിതനോട് എല്ലാ കാര്യങ്ങളും പറയുക. നീ എന്തു ചെയ്യണമെന്ന് അദ്ദേഹം പറയും. ദിവ്യബലിക്ക് ശേഷം അവൾ ആ പുരോഹിതനോട് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു. ഏത് മഠത്തിൽ പ്രവേശിക്കണമെന്ന് തന്നെ ഉപദേശിക്കണമെന്ന് അവൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. ഇത് കേട്ട് ആദ്യം അദ്ദേഹം അത്ഭുതപ്പെട്ടു. ദൈവത്തിൽ പൂർണ്ണ ശരണം വയ്ക്കുവാനും കൂടുതൽ നിർദ്ദേശങ്ങൾ ദൈവം തരുമെന്നും പറഞ്ഞു. തൽക്കാലം ഒരു ഭക്ത സ്ത്രീയുടെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കാം. മഠത്തിൽ ചേരുന്നിടം വരെ നിനക്കവിടെ കഴിയാം എന്നും പറഞ്ഞ് അദ്ദേഹം അവളുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്തു. ഫാദർ സബ്രോസ്കി തൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയായ മിസ്സിസ് ലിപ്സിക്കിൻ്റെ പക്കലേക്കാണ് ഹെലനെ അയച്ചത്. ആ ഭക്ത സ്ത്രീക്ക് 4 കൊച്ചുമക്കൾ ഉണ്ടായിരുന്നു. ഒരു സഹായിയെ അവൾ തേടുകയായിരുന്നു. മിസ്സിസ് ലിപ്സിക്കയുടെ ഉപദേശമനുസരിച്ച് ഹെലൻ വാർസോ നഗരത്തിലെ ഓരോ മഠത്തിൻ്റെയും വാതിലിൽ മുട്ടുവാൻ തുടങ്ങി. അവളുടെ വേഷവും വിദ്യാഭ്യാസത്തിൻ്റെ അഭാവവും വീട്ടുജോലിക്കാരി എന്ന അവസ്ഥയും ഒക്കെ കൊണ്ടാവാം ഒരു കന്യാമഠവും അവളെ സ്വാഗതം ചെയ്യാതിരുന്നത്. ഹൃദയം തകർന്നവൾ ഈശോയോട് പ്രാർത്ഥിച്ചു, നല്ല ഈശോയെ, എന്നെ ഉപേക്ഷിക്കല്ലേ, എന്നെ തുണയ്ക്കൂ. അങ്ങനെ ഹെലൻ ഒരു ദിവസം അവിടെയുള്ള കാരുണ്യമാതാവിൻ്റെ മഠത്തിലെത്തി. വിറയാർന്നവൾ മണിയടിച്ചു. നിനക്ക് എന്ത് വേണം? കാവൽക്കാരി അവളോട് ചോദിച്ചു.
എനിക്ക് മഠത്തിൽ ചേരണം എന്നവൾ പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ മദർ മൈക്കിൾ മെറക്സെസ്ക വന്നു. അവൾ അറിയാതെ തന്നെ മദർ അവളെ അകലെ നിന്ന് തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. അവളുടെ വേഷവും മറ്റും കണ്ട് പെട്ടെന്ന് അവളെ പറഞ്ഞുവിടണമെന്ന് മദർ ചിന്തിച്ചു. എന്നാൽ അവളോട് ഏതാനും ചോദ്യങ്ങൾ ചോദിക്കുന്നത് നന്നായിരിക്കുമെന്ന് അവർക്ക് തോന്നി. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ താൻ കരുതിയതുപോലെയല്ല ഇവൾ എന്ന് മദറിന് മനസ്സിലായി. അവൾക്ക് ആകർഷകമായ പുഞ്ചിരിയുണ്ട്, നല്ല മുഖകാന്തിയുണ്ട്, ലാളിത്യമുണ്ട്. അവളുടെ സംസാരമാവട്ടെ വിവേകപൂർവകവുമാണ്. അവളെ സ്വീകരിക്കുവാൻ മദർ തീരുമാനിച്ചു. എന്നാൽ മദറുമായുള്ള കണ്ടുമുട്ടലിനെ പറ്റി ഹെലൻ ഇപ്രകാരം പറയുന്നു. ഇപ്പോഴത്തെ മദർ ജനറലായ മൈക്കിൾ അമ്മ അന്ന് എന്നെ കണ്ടപ്പോൾ അല്പസംഭാഷണത്തിന് ശേഷം എന്നോട് പറഞ്ഞു, കർത്താവിൻ്റെ ഭവനത്തിൽ പോയി അവിടത്തോട് ചോദിക്കുക, എന്നെ സ്വീകരിക്കുമോ എന്ന്. വലിയ സന്തോഷത്തോടെ ഞാൻ ചാപ്പലിലേക്ക് പോയി ഈശോയോട് ചോദിച്ചു, ഈ ഭവനത്തിൻ്റെ നാഥ അങ്ങനെ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുവാൻ മദർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഉടൻ കർത്താവിൻ്റെ സ്വരം ഞാൻ കേട്ടു, നിന്നെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, നീ എൻ്റെ ഹൃദയത്തിലാണ്. ഞാൻ ചാപ്പലിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ മദർ ചോദിച്ചു, എന്താ കർത്താവ് നിന്നെ സ്വീകരിച്ചുവോ? ഉവ്വ്, ഞാൻ പറഞ്ഞു. കർത്താവ് നിന്നെ സ്വീകരിച്ചെങ്കിൽ ഞാനും നിന്നെ സ്വീകരിക്കുന്നു. അവൾക്ക് പണമില്ലായിരുന്നു, അതൊരു തടസ്സമായിരുന്നു. മഠത്തിനാണെങ്കിൽ ആവശ്യത്തിന് പണമില്ലതാനും. അതിനാൽ അത്യാവശ്യമായ പണം ലഭിക്കുന്നത് വരെ ജോലിയെടുക്കുവാൻ മദർ അവളോട് പറഞ്ഞു. ഹെലന് സന്തോഷമായി. അവൾക്ക് ലഭിക്കുന്ന പണം ഇടയ്ക്കിടെ മഠത്തിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കണമെന്നും പറഞ്ഞു. ഹെലൻ മിസ്സിസ് ലിപ്സ്കിയുടെ ഭവനത്തിലേക്ക് തിരിച്ചു വന്നു. മദർ ഈ സംഭവം മറന്നുപോയി. എന്നാൽ പിന്നീട് അവൾ അത് ഓർമ്മിപ്പിച്ചു. ഹെലൻ ഒരു വർഷത്തെ ജോലി കൊണ്ട് അവർക്ക് ആവശ്യമായ പണം ഉണ്ടാക്കി. എല്ലാ തടസ്സങ്ങളും നീങ്ങി 1925 ഓഗസ്റ്റ് 1 ഹെലൻ മഠത്തിൽ പ്രവേശിച്ചു. കാരുണ്യമാതാവിൻ്റെ ഈ സഭ 1818 ഫ്രാൻസിലെ ലാവേൽ എന്ന സ്ഥലത്ത് ആരംഭിച്ചതാണ്. സഭയുടെ പ്രധാന ലക്ഷ്യം മനുഷ്യൻ്റെ ആത്മീയ ദീനതയിൽ കാരുണ്യം ചൊരിയുന്ന യേശുവിനെ അനുഗമിക്കുക എന്നതാണ്. ഹെലൻ ഈ സഭയിലെ ഒരു തുണ സഹോദരിയായി സ്വീകരിക്കപ്പെട്ടു. തുണ സഹോദരിമാരുടെ പ്രധാന ജോലി മറ്റ് സഹോദരിമാരെ പ്രാർത്ഥന കൊണ്ടും ത്യാഗപ്രവർത്തികൾ കൊണ്ടും ഗാർഹിക വേലകൾ ചെയ്തും സഹായിക്കുക എന്നതായിരുന്നു. ചേർന്ന് 3 ആഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകണമെന്ന ശക്തിയായ ഒരു പ്രലോഭനം അവൾക്കുണ്ടായി. അവളുടെ വീക്ഷണത്തിൽ അവിടെ കൂടുതൽ ജോലിയും കുറച്ച് പ്രാർത്ഥനയുമേ ഉള്ളൂ. തന്നെയുമല്ല, അവിടുത്തെ അന്തരീക്ഷവും അവൾക്ക് പിടിച്ചില്ല. അതിനാൽ കുറെ കൂടി കാർക്കശ്യമുള്ള സഭയിൽ ചേർന്നാലോ എന്നവൾ ചിന്തിച്ചു തുടങ്ങി. അവൾ പ്രാർത്ഥിച്ചെങ്കിലും വെളിച്ചം കിട്ടിയില്ല. രാവിലെ ദിവ്യബലിക്ക് ശേഷം മദറിനോട് താൻ പോവുകയാണെന്ന് പറയുവാൻ അവൾ തീരുമാനിച്ചു. മറ്റു കന്യാസ്ത്രീകൾ ഉറങ്ങിയെന്നുറപ്പായപ്പോൾ അവൾ തറയിൽ കിടന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങയുടെ തിരുവിഷ്ടം വെളിപ്പെടുത്തി തരണമേ. അപ്പോൾ ഒരു ദിവ്യപ്രകാശം അവിടെ നിറഞ്ഞു. അവളുടെ ഉറക്കറയുടെ കർട്ടനിൽ ദുഃഖിതനായ യേശുവിൻ്റെ തിരുമുഖം അവൾ കണ്ടു. ആ തിരുമുഖത്ത് വലിയ മുറിവുകൾ ഉണ്ടായിരുന്നു. കണ്ണീർ കണങ്ങൾ ആ കണ്ണിൽ നിന്നും അവളുടെ വെള്ള ബെഡ്ഷീറ്റിൽ വീണുകൊണ്ടിരുന്നു. എന്താണിതിൻ്റെ അർത്ഥമെന്നറിയാതെ അവൾ ചോദിച്ചു, ഈശോയെ, ആരാണ് അങ്ങേ ഉപദ്രവിച്ചത്? ഈശോ പറഞ്ഞു, ഈ മഠം വിട്ട് നീ പോയാൽ നീ എന്നെ ഇപ്രകാരം വേദനിപ്പിക്കുകയായിരിക്കും ചെയ്യുക. ഞാൻ നിന്നെ ഇവിടേക്കാണ് വിളിച്ചത്. ഞാൻ നിനക്കായി വളരെയധികം കൃപകൾ ഒരുക്കിയിട്ടുണ്ട്. അവൾ തൻ്റെ തെറ്റിന് മാപ്പ് ചോദിച്ചു. അവളുടെ തീരുമാനം ഉടൻ അവൾ മാറ്റി. അവളുടെ കുമ്പസാരക്കാരനും അവളെ ധൈര്യപ്പെടുത്തി. അവൾക്ക് സന്തോഷവും സമാധാനവും കൈവന്നു. അടുക്കള പണിയായിരുന്നു അവൾക്ക് കിട്ടിയ ജോലി. അതോടൊപ്പം അർത്തിനികളുടെ ഗുരുത്തിയമ്മയായ മദർ ജെയിനിൻ്റെ മുറി ശരിയാക്കുക, ആ അമ്മയെ പരിചരിക്കുക തുടങ്ങിയവയും. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ പറ്റിയുള്ള ആദ്യത്തെ അനുഭവം അവൾക്ക് ലഭിച്ചു. അതിപ്രകാരമാണെന്ന് അവൾ പറയുന്നു. എൻ്റെ കാവൽ മാലാഖ തന്നെ അനുഗമിക്കുവാൻ എന്നോട് പറഞ്ഞു. ഒരു നിമിഷത്തിനുള്ളിൽ ഞാൻ അഗ്നി നിറഞ്ഞ സ്ഥലത്തെത്തി. അതിൽ വേദനിക്കുന്ന ആത്മാക്കളുടെ കൂട്ടങ്ങൾ. അവർ തീക്ഷ്ണമായി തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ യാതൊരു ഫലവുമില്ല. നമുക്ക് മാത്രമേ അവരെ സഹായിക്കാൻ പറ്റൂ. അവരെ പൊള്ളിക്കുന്ന അഗ്നിജ്വാലകൾ എന്നെ സ്പർശിച്ചില്ല. കാവൽ മാലാഖ എന്നോടൊത്തുണ്ടായിരുന്നു. അവരുടെ ഏറ്റവും വലിയ സഹനം എന്താണെന്ന് ഞാൻ അവരോട് ചോദിച്ചു. ഒരേ സ്വരത്തിൽ അവരെല്ലാം പറഞ്ഞു, ദൈവത്തിനായുള്ള ദാഹമാണ് ഏറ്റവും വലിയ വേദന. പരിശുദ്ധ മാതാവ് ഇടയ്ക്കിടയ്ക്ക് അവരെ സന്ദർശിക്കുന്നത് ഞാൻ കണ്ടു. സാഗരതാരം എന്നാണ് അവർ നാഥയെ വിളിക്കുന്നത്. ഉള്ളിൽ ഞാനൊരു സ്വരം കേട്ടു, എൻ്റെ കരുണ ഇതാഗ്രഹിക്കുന്നില്ല, എന്നാൽ നീതി ഇതാവശ്യപ്പെടുന്നു.
അന്നു മുതൽ ഹെലൻ സഹനത്തിൻ്റെ ഈ ആത്മാക്കളോട് വളരെ അടുത്ത ബന്ധം പുലർത്തിപ്പോന്നു. 1926 ഏപ്രിൽ 30 ഹെലൻ സഭാവസ്ത്രം സ്വീകരിച്ചത്. ഭാവിയിൽ എത്രമാത്രം അവൾ സഹിക്കേണ്ടി വരുമെന്ന് ദൈവം അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. സഭാവസ്ത്രം സ്വീകരിക്കുമ്പോൾ പുതിയ പേരും അർത്ഥിനികൾ സ്വീകരിക്കും. ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണെന്ന് സൂചിപ്പിക്കാനാണിത്. ഹെലൻ സ്വീകരിച്ച പേര് സിസ്റ്റർ മേരി ഫൗസ്തീന എന്നാണ്. ഫൗസ്തീന എന്ന പേരിൻ്റെ അർത്ഥം ഭാഗ്യവതി, അനുഗ്രഹീത എന്നൊക്കെയാണ്. അടുക്കള ജോലിയായിരുന്നല്ലോ ഫൗസ്തീനയ്ക്ക്. അടുക്കളയിലെ പല കലങ്ങളും വളരെ വലുതായിരുന്നു. ഒറ്റയ്ക്ക് എടുക്കുവാനോ ചരിക്കുവാനോ പറ്റുമായിരുന്നില്ല. പലപ്പോഴും ചരിക്കുമ്പോൾ കലത്തിലെ വെന്ത ഉരുളക്കിഴങ്ങും പുറത്തു വീഴുമായിരുന്നു. അവൾ മിസ്ട്രസ് അമ്മയോട് ഈ വിഷമം പറഞ്ഞു. സാവധാനം നിനക്ക് കഴിവ് കിട്ടുമെന്ന് അമ്മ പറഞ്ഞു. എന്നാൽ ദുർബലയായ അവൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഒരിക്കൽ ആത്മശോധനാവേളയിൽ അവൾ ഈശോയോട് ഈ വിഷമം പറഞ്ഞു. അപ്പോൾ ഉള്ളിലീ സ്വരം അവൾ കേട്ടു. ഇന്നു മുതൽ നീ അതെല്ലാം എളുപ്പത്തിൽ ചെയ്യും. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. പിന്നീട് അവൾക്ക് ആ വലിയ കലമൊക്കെ ബുദ്ധിമുട്ട് കൂടാതെ ചരിക്കുവാനും ജലമൂറ്റിക്കളയാനും സാധിച്ചു. ഒരത്ഭുതവും അവൾ കണ്ടു. ആവി പോകാനായി അവൾ പാത്രത്തിൻ്റെ മൂടി മാറ്റിയപ്പോൾ ഉരുളക്കിഴങ്ങിന് പകരം അതീവ സുന്ദരമായ റോസാപ്പൂക്കുലകൾ. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയുവാനായി അത്ഭുത പരതന്ത്രയായി അവൾ നിന്നപ്പോൾ ഈ സ്വരം അവൾ കേട്ടു. നിന്റെ ഇത്തരം കഠിനവേലകളെ സുന്ദര പനിനീർ പൂക്കുലകളായി ഞാൻ മാറ്റുന്നു. അവയുടെ സൗരഭ്യം എൻ്റെ സിംഹാസനത്തിലേക്ക് ഉയരുന്നു. അന്നു മുതൽ ഇത്തരം ജോലി വളരെ സന്തോഷത്തോടെ അവൾ ചെയ്തു തുടങ്ങി. മറ്റുള്ളവർ ചെയ്യേണ്ടതുപോലും അവൾ ചെയ്യുമായിരുന്നു. കാരണം കർത്താവിനത് എത്രമാത്രം ഇഷ്ടമാണെന്ന് അവൾക്ക് ബോധ്യമായി. നവസന്യാസത്തിൻ്റെ ആദ്യ വർഷത്തിൻ്റെ അവസാന ഭാഗമായപ്പോൾ ഫൗസ്തീനയ്ക്ക് ഇരുണ്ട രാത്രി എന്ന പരീക്ഷണം അനുഭവപ്പെട്ടു തുടങ്ങി. 6 മാസത്തോളം ഇത് നീണ്ടുനിന്നു. ഈ സമയത്ത് പ്രാർത്ഥനയിൽ യാതൊരു സന്തോഷമോ ആശ്വാസമോ അവൾക്ക് ലഭിച്ചില്ല. ധ്യാനം അസാധ്യമായി തീർന്നു. ഭയം അവളെ ആവരണം ചെയ്തു. ഇതോടൊപ്പം മറ്റു ചില പ്രശ്നങ്ങളും അവളെ അലട്ടിക്കൊണ്ടിരുന്നു. എങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. പല വിശുദ്ധരുടെയും നൊവേനകൾ നടത്തി അവൾ പ്രാർത്ഥിച്ചു. എന്നാൽ അവളുടെ ദയനീയമായ അവസ്ഥയ്ക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യായോട് പ്രാർത്ഥിക്കണമെന്ന് അവൾക്ക് തോന്നി. നൊവേനയുടെ 5-ാം ദിവസം വിശുദ്ധ സ്വപ്നത്തിൽ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. പുണ്യവതിയുടെ രൂപത്തിലായിരുന്നില്ല, ലോകത്തിൽ ജീവിക്കുന്ന ഒരു കന്യാസ്ത്രീയെ പോലെ. കൊച്ചു ത്രേസ്യ അവളെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. എന്നിട്ടും ഫൗസ്തീന അവളെ വിശ്വസിക്കുവാൻ കൂട്ടാക്കാത്തത് കൊണ്ട് കൊച്ചു ത്രേസ്യ താൻ ആരാണെന്ന് അവൾക്ക് വെളിപ്പെടുത്തി. അവളുടെ ബുദ്ധിമുട്ടുകൾ കുറേയൊക്കെ നീങ്ങി. അവളുടെ നവസന്യാസകാലം തീരാറായി. എന്നാലും അവളുടെ സഹനങ്ങൾ ഒട്ടും കുറഞ്ഞില്ല. അതവളുടെ ആരോഗ്യത്തെയും ബാധിച്ചു. എല്ലാ പൊതുവായ ആത്മീയാഭ്യാസങ്ങളിൽ നിന്നും മിസ്ട്രസ് അമ്മ അവൾക്ക് ഇളവ് കൊടുത്തു. ചെറിയ സ്തുതിപ്പുകൾ മാത്രം ചെയ്യുവാൻ അവളോട് പറഞ്ഞു. 1926 ഏപ്രിൽ 16 ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു. അവളുടെ അനുഭവം അവൾ വിവരിക്കുന്നു. സന്ധ്യാസമയത്തെ ആരാധനാവേള. പെട്ടെന്ന് ദൈവിക സാന്നിധ്യം എന്നെ കീഴ്പ്പെടുത്തി. ഞാൻ എല്ലാം മറന്നു. എനിക്ക് വേണ്ടി എത്രമാത്രം ഈശോ സഹിച്ചുവെന്ന് അവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. ദൈവത്തെ സ്നേഹിക്കുവാനുള്ള തീവ്രമായ ദാഹം എന്നിലുണ്ടായി. 1928 ഏപ്രിൽ 30 ഫൗസ്തീനയും കൂട്ടുകാരും 1 വർഷത്തേക്ക് വ്രതവാഗ്ദാനം നടത്തി. വ്രതവാഗ്ദാനത്തിന് ശേഷം 6 മാസം കൂടി ഫൗസ്തീന നവസന്യാസ ഭവനത്തിൽ തുടർന്നു. ആ മഠത്തിലെ മദർ മൈക്കൽ സഭയുടെ സുപ്പീരിയർ ജനറലായി തീർന്നു. ഈ മദറായിരുന്നു ഫൗസ്തീനയുടെ സന്യാസ ജീവിതത്തിൽ അവൾക്ക് വലിയ താങ്ങും തണലുമായിരുന്നത്. 1928 ഒക്ടോബർ 31 ഫൗസ്തീന താൻ ആദ്യം ചേർന്ന വാർസോയിലെ മഠത്തിലെത്തി. അടുക്കള ജോലിയായിരുന്നു അവൾക്ക് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ അവളുടെ ആരോഗ്യം പെട്ടെന്ന് ക്ഷയിച്ചു. ഈ സമയത്ത് ചില സഹോദരിമാർ കപടരോഗമാണിതെന്ന് അവൾക്കെതിരെ കുപ്രചരണം നടത്തി. ഈശോയുടെ പീഡാസഹനം ധ്യാനിക്കുക മാത്രം ചെയ്തുകൊണ്ട് അവിടത്തോടൊപ്പം ആയിരിക്കുവാൻ അവൾ ശ്രമിച്ചു. അവളുടെ ഉന്നതമായ ആധ്യാത്മിക അനുഭവങ്ങളെ സഹോദരിമാരും അധികാരികളും സംശയത്തോടെ നോക്കിയിരുന്നതിനാൽ ഫൗസ്തീനയ്ക്ക് വളരെയേറെ സഹിക്കേണ്ടി വന്നു. അവൾക്ക് പിശാച് ബാധയുണ്ടെന്ന് പോലും അവർ കരുതി. സഹതാപത്തോടൊപ്പം സുപ്പീരിയർ അവളുടെ മേൽ പ്രത്യേക ശ്രദ്ധ വെച്ചു. ഇതെല്ലാം കണ്ട് അവൾ ആത്മീയമായി കൂടുതൽ തകർന്നു. ദൈവകൃപയെ അവൾ മനഃപൂർവ്വം അവഗണിക്കുവാൻ തുടങ്ങി. എന്നാൽ അതവൾക്ക് സാധിച്ചില്ല. ദൈവചൈതന്യം അവളെ പെട്ടെന്ന് വലയം ചെയ്ത് ഹർഷാനുഭൂതിയിലേക്ക് ഉയർത്തുകയും അവൾ പൂർണ്ണമായും ദൈവത്തിലാകുകയും ചെയ്യുന്ന അനുഭവങ്ങൾ അവൾക്കുണ്ടായിക്കൊണ്ടിരുന്നു.
ഈശോയും മാതാവും പലപ്പോഴും അവളുടെ ജന്മനാടായ പോളണ്ടിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവളോട് പറഞ്ഞിരുന്നു. 1929 ഫെബ്രുവരി 29 മുതൽ ഫൗസ്തീനയ്ക്ക് പല മഠങ്ങളിലേക്ക് മാറ്റം കിട്ടി. അടുക്കള ജോലി, തോട്ടപ്പണി ഇവയൊക്കെ അവൾ മാറി മാറി ചെയ്തു. അവൾക്ക് ഈ മാറ്റങ്ങൾ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും അവയിലെല്ലാം അവൾ ദൈവഹിതം കണ്ടു. അവൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നവളും ധ്യാനനിരതയുമായിരുന്നതിനാൽ മറ്റുള്ളവർ അവളെ വിട്ടകന്നു നിന്നു. ഇതും അവൾക്ക് വലിയ മാനസിക വേദനയ്ക്ക് കാരണമായി.